ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ വിശേഷങ്ങളാണ് ഇന്നിവിടെ പറയുന്നത്. അങ്ങനെ കോർട്ടിലേക്ക് സച്ചി സോറി ഞാൻ വരാൻ ലേറ്റായി എന്നൊക്കെ പറഞ്ഞ് കയറുകയാണ്. ആ സമയം ജഡ്ജി ഹേയ് വാട്ട്സ് ഹാപ്പനിങ് ഹിയർ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചൂടായിട്ട്. ആരാ നിങ്ങൾ, ഇത് കോടതിയാണെന്ന് അറിയില്ലേ, ഇങ്ങനെ ഓടിക്കയറുകയാണോ വേണ്ടത് എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയം എതിർകക്ഷി സച്ചിയെ പറയുന്നുണ്ട്, ഇവൻ ഇങ്ങനെയാണ് സാറേ, മര്യാദ ഇല്ലാത്തവനാണെന്നൊക്കെ പറയുന്നുണ്ട്. ജഡ്ജിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ സച്ചി ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, നിങ്ങളാര്, മര്യാദ രാമനോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എൻ്റെ അച്ഛൻ്റെ പെൻഷനൊക്കെ തടഞ്ഞു വെച്ചിരിക്കുകയല്ലേ എന്ന് ഇങ്ങനെയൊക്കെ സച്ചി പറയുമ്പോൾ ജഡ്ജി ഇതെന്താ കോടതി വന്ന് ഭീഷണി മുഴക്കുകയാണോ എന്നൊക്കെ ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സച്ചിയുടെ അച്ഛൻ ജഡ്ജിയോട് ക്ഷമ ചോദിക്കുകയും ഇതാണ് എൻ്റെ രണ്ടാമത്തെ മകൻ എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ ജഡ്ജി ചോദിക്കുകയാണ്, ഇയാളാണോ ഷർട്ടിൽ കയറി പിടിച്ചതെന്ന്. അപ്പോൾ സച്ചി പറയുകയാണ്, അതെ സാർ, എൻ്റെ അച്ഛനെ മോശമായി പറഞ്ഞതുകൊണ്ടാണ് ഞാനന്ന് അങ്ങനെ ചെയ്തതെന്നൊക്കെ പറയുകയാണ്. രാത്രിയും പകലും ഇല്ലാതെ അധ്വാനിച്ച കാശാണ് സാറേ, ആ പെൻഷൻ കാശാണ് അയാൾ തടഞ്ഞു വെച്ചതെന്നൊക്കെ സങ്കടത്തോടെ സച്ചി ജഡ്ജിയോട് പറയുകയാണ്. അങ്ങനെ എതിർകക്ഷി പറയുകയാണ്, രവീന്ദ്രൻ്റെ പേരിലൊരു ബ്ലാക്ക് മാർക്ക് ഉണ്ടെന്നും അദ്ദേഹം റിട്ടയർഡ് ചെയ്യുന്നതിന് അന്ന് തന്നെ ഇദ്ദേഹത്തിൻ്റെ ബസ് ഇടിച്ചൊരാൾ മരിച്ചു എന്നൊക്കെ പറയുകയാണ് ജഡ്ജിയോട്. അങ്ങനെ ജഡ്ജി പറയുകയാണ്, പെട്ടെന്നൊരാൾ ബസ്സിന് മുമ്പിൽ ചാടിയാൽ എന്തു ചെയ്യാൻ പറ്റുമെന്നും നിങ്ങളുടെ കയ്യിൽ വേറെ ന്യായമൊന്നും ഇല്ലാത്ത പക്ഷം ഈ കാരണം പറയുന്നതെന്നും ചോദിക്കുകയാണ് ജഡ്ജി. വ്യക്തിവൈരാഗ്യം കാരണമല്ലേ രവീന്ദ്രൻ്റെ പെൻഷൻ തടഞ്ഞു വെച്ചതെന്നൊക്കെ ചോദിക്കുകയാണ്. ഇനി ഇങ്ങനെ ഒരു പരാതി ഉണ്ടായാൽ, ഇനി ഇങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമോ, എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഈ സ്ഥാനം നഷ്ടപ്പെടും എന്നൊക്കെ ജഡ്ജി അദ്ദേഹത്തിനോട് പറയുകയാണ്. പെട്ടെന്ന് തന്നെ തടഞ്ഞു വെച്ച രവീന്ദ്രൻ്റെ പെൻഷൻ പാസ്സാക്കി കൊടുക്കണമെന്നും മുൻകാല പ്രാബല്യത്തോടെ മുഴുവൻ കൊടുത്തു തീർക്കണമെന്നും പറയുകയാണ് ജഡ്ജി. അതുപോലെ തന്നെ മാസാമാസം പെൻഷൻ കൊടുക്കണമെന്നും പറയുന്നുണ്ട്. വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിൽ പെൻഷൻ പിടിച്ചു വെച്ചതിന് രവീന്ദ്രന് 1 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കണമെന്നും പറയുകയാണ് ജഡ്ജി. 1 മാസത്തിനകം എല്ലാം കൊടുത്തു തീർക്കണമെന്ന് പറയുകയാണ്. ആ സമയം സച്ചി ജഡ്ജിയെ പൊക്കി പറഞ്ഞുകൊണ്ട്, സൂപ്പർ സാർ, ഇതാണ് ശരിക്കും നീതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ എഴുന്നേൽക്കുകയാണ്. അങ്ങനെ കേസിൽ രവീന്ദ്രൻ വിജയിക്കുന്നു. ശേഷം കാണിക്കുന്നത് ശ്രുതി തുണികൾ മടക്കി വെക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി കടന്നു വരികയാണ്. എന്നിട്ട് മോളെ ശ്രുതി, ഇന്ന് പാർലറിൽ പോകണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അപ്പോയിൻമെൻറ്റ് കുറവാണ് ആൻറ്റി, പോരാത്തതിന് സ്റ്റാഫുകളുണ്ടെന്നും പറയുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയുകയാണ്, നീ പാർലറിൽ തന്നെ ഇരിക്കണം മോളെ, ആരെയും വിശ്വസിക്കാൻ പറ്റില്ല, ഇന്നത്തെ കാലത്ത് മോളെ പറ്റിക്കും, നമുക്ക് കുറേ കാശൊക്കെ കിട്ടണമെങ്കിൽ മോൾ അവിടെ തന്നെ ഇരിക്കണം എന്നൊക്കെ പറയുകയാണ്. ഇങ്ങനെ പറയുമ്പോൾ അത് മാത്രമല്ല, മോൾ ലേറ്റായി പോകുമ്പോൾ ഞാൻ അവിടെ ചെന്നിരിക്കുക, എൻ്റെ പേരുള്ള പാർലറിലെ, അപ്പോൾ ഞാനിരിക്കുന്നത് എനിക്കൊരു നല്ല ഇതായിരിക്കുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ശ്രുതി ഒന്ന് ചെറുതായിട്ട് ടെൻഷനൊക്കെ ആവുന്നുണ്ട് കേട്ടോ മുഖത്ത്. എന്നിട്ട് ചന്ദ്രമതി പറയാണ്, കുറേ കാശുണ്ടാക്കണം, ഈ മാസം പലിശ അടയ്ക്കാനുള്ളത് എന്നൊക്കെ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അടയ്ക്കുക ആൻറ്റി ടെൻഷനൊന്നും ആവണ്ട എന്നൊക്കെ പറയുകയാണ്. ആ വാക്കാ ആൻറ്റിയുടെ ബലം എന്നൊക്കെ പറയുകയാണ് ആ സമയം ചന്ദ്രമതി. അത് കഴിഞ്ഞ് മോളെ ശ്രുതി, കല്യാണി ആരാന്ന് അറിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ശ്രുതി ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ, ആ പേരെങ്ങനെ അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പറയുകയാണ്, ഒരു നമ്പറിൽ നിന്ന് കോൾ വന്നിരുന്നു, അവർ കല്യാണി എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്കാണെങ്കിൽ ആ സൗണ്ട് പരിചയമുണ്ടായിരുന്നു, പക്ഷേ ആരാന്ന് മനസ്സിലാവുന്നില്ല, പിന്നെ റോങ് നമ്പറാന്ന് പറഞ്ഞു വെച്ചു എന്നൊക്കെ പറഞ്ഞ് ആ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഈ സമയം ശ്രുതി നല്ലപോലെ ടെൻഷൻ അടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടത് വേറെ ആരെങ്കിലും ആയിരിക്കും ആൻറ്റി എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ശ്രുതി അമ്മയെ ഫോണിൽ വിളിക്കുകയാണ്. എന്നിട്ട് ദേഷ്യപ്പെടുകയാണ്, എന്തിനാണ് എന്നെ വിളിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഒരു കാര്യം പറയും വിളിച്ചത് എന്നൊക്കെ പറയുകയാണ് ശ്രുതിയുടെ അമ്മ. അങ്ങനെ അതൊന്നും പറയുമ്പോൾ ശ്രുതി ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. എന്തിനാ വിളിച്ചത്, ആൻറ്റി എന്നോട് കല്യാണി ആരാന്നൊക്കെ ചോദിച്ചു, എന്നെ നിങ്ങൾ ജീവിക്കാൻ സമ്മതിക്കില്ലേ എന്നൊക്കെ പറയുകയാണ് ആ സമയം. അപ്പോൾ അമ്മ പറയുകയാണ്, തീരെ സുഖമില്ല മോളെ, ഇടയ്ക്കിടയ്ക്ക് തല ഇറങ്ങി വീണു പോവുകയാണ്, മുൻപത്തെ പോലെ ജോലി ചെയ്യാൻ പറ്റുന്നില്ല, ആദ്യമേ നല്ല പോലെ നോക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയാണ് ശ്രുതിയുടെ അമ്മ. അപ്പോൾ ശ്രുതി ഒന്ന് ശാന്തിയാവാണ്, ആ ദേഷ്യപ്പെട്ടതിൽ നിന്നും ശാന്തിയാവാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്തു പറ്റി അമ്മേ, എന്തു പറ്റി എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ പറയും, എനിക്ക് അറിയില്ല മോളെ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ശ്രുതി പറയുകയാണ്, ഞാൻ എത്രയും പെട്ടെന്ന് വീട്ടിൽ വരാം, എന്നിട്ട് നമുക്ക് നല്ലൊരു ഡോക്ടറെ കാണിക്കാം, അമ്മ ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറയുകയാണ് ചെയ്യുന്നത്. ശേഷം കാണിക്കുന്നത് വർഷയെയും ശ്രീകാന്തിനെയും ആണ്. അവരൊരു ഹോട്ടലിലിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് ആ സമയം വർഷ ഒരു മൊബൈൽ ഫോണ് ശ്രീകാന്തിനെ ഗിഫ്റ്റ് ചെയ്യുകയാണ്. എന്നിട്ട് പറയുകയാണ്, എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യുമോ എന്ന്. അപ്പോൾ ശ്രീകാന്ത് ഒന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ട് കേട്ടോ. പക്ഷെ അങ്ങനെ ഒഴിഞ്ഞു മാറുമ്പോഴും വർഷ അതിന് സമ്മതിക്കുന്നില്ല.
എന്തായാലും എന്നെ കൊണ്ടുവിടണമെന്ന് ഉറപ്പിച്ച് പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ശ്രീകാന്തിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.